മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് രാവിലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു വിഷയം ഏതെങ്കിലും ഒരു മന്ത്രം, സംസ്കൃതത്തിലുള്ളത്, ഉപനിഷത്തിലുള്ളത്, വേദത്തിലുള്ളത് അല്ലെങ്കിൽ പുരാണത്തിലുള്ളത് പറഞ്ഞതിൻ്റെ അർത്ഥം പറഞ്ഞിട്ടാണ് റെക്കോർഡിംഗ് ആരംഭിക്കാറുള്ളത്. ഇന്നും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ പെട്ടെന്ന് തോന്നി വൈദിക ആരാധനയും പൗരാണിക ആരാധനയും വിവരിച്ചതിന് ശേഷം മന്ത്രത്തിലേക്ക് കടക്കാമെന്ന്. മന്ത്രം എന്ന വാക്കിന്റെ അർത്ഥം മനനേന ത്രായതേ ഇതി മന്ത്ര, അല്ലെങ്കിൽ മനനാത് ത്രായതേ ഇതി മന്ത്ര. ആ മന്ത്രം ആലപിക്കുന്നത് കൊണ്ട് നമുക്ക് സൈക്കോളജിക്കലി അഥവാ മെന്റലി ഒരു പ്രത്യേക കംഫർട്ട്, പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു. അങ്ങനെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു എന്ന് സൈക്കോളജിക്കലി നമുക്ക് തോന്നുന്ന വരികളെ മാത്രമേ മന്ത്രം എന്ന് പറയാറുള്ളൂ. ഒരു കവിത നമ്മൾ ചൊല്ലി വിചാരിക്കാം, പൂക്കുന്നീതാമുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന അശോകം. ഒരു പ്രൊട്ടക്ഷൻ തോന്നില്ല. ആസ്വദിക്കാൻ വേണമെങ്കിൽ അത് രാഗത്തിൽ ചൊല്ലാം. പക്ഷെ ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ ഗായന്തം ത്രായതേ ഇതി ഗായത്രി ആലപിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള സന്തോഷം ഉണ്ടാവുന്നു. അതാണ് ഗായത്രി മന്ത്രം. സന്തോഷം, സംതൃപ്തി, ഒരുതരം പ്രൊട്ടക്ഷൻ, സേഫ്റ്റി, നിർഭയത്വം എല്ലാം ഉണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് മന്ത്രം. മന്ത്രം യഥാർത്ഥത്തിൽ സംസ്കൃതത്തിൽ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ഏത് ഭാഷയിലും ആവാം. തമിഴ്നാട്ടിലെ കരുണാനിധി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അമ്പലങ്ങളിലെ മന്ത്രങ്ങളിൽ ഭൂരിഭാഗവും തമിഴിലേക്ക് മാറ്റി. ഇപ്പം അത് വളരെ കോമൺ ആയി. അതുകൊണ്ട് ഒരു ദോഷമുണ്ട്, ഒരു ഗുണമുണ്ട്. ദോഷം എന്ന് പറഞ്ഞാൽ മന്ത്രം എന്ന് കേൾക്കുമ്പോഴത്തേക്കും സംസ്കൃതമാണ് എന്നുള്ളൊരു ഫീലിങ്ങും അതിനൊരു സൈക്കോളജിക്കൽ റെസ്പെക്റ്റും ഉണ്ടായിരുന്നത് മിക്കവാറും ഇല്ലാതെയായി. പക്ഷേ ആ മന്ത്രങ്ങൾ സംസ്കൃതത്തിൽ ജപിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം 99% ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ കരുണാനിധി എന്ന യുക്തിവാദി, നിരീശ്വരവാദി ഈ മന്ത്രത്തെ മുഴുവനും പണ്ഡിതരെ കൊണ്ട് തമിഴിലേക്ക് മാറ്റിയപ്പോൾ ആ തമിഴിൽ മന്ത്രം ചൊല്ലുമ്പോൾ എല്ലാവർക്കും അർത്ഥം മനസ്സിലാവും. അത് വലിയൊരു അഡ്വാൻറ്റേജാണ്. ഒന്നും മനസ്സിലാകാതെ കുറേ വാക്കുകൾ, വരികൾ കേൾക്കുന്നതിനേക്കാൾ മനസ്സിലാക്കിക്കൊണ്ട് വാക്കുകളും വരികളും കേൾക്കാനുള്ളൊരു അവസരം ലഭിച്ചു ഈ തമിഴ് മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ. ഞാൻ ഇത്രയും നിങ്ങളോട് പറഞ്ഞത് മലയാളത്തിലെ ഒരു മന്ത്രം ഞാൻ പറയാം. യഥാർത്ഥത്തിൽ മന്ത്രത്തിൻ്റെ സ്റ്റാറ്റസ് ഒന്നും ഇല്ല, അതൊരു സിനിമാ പാട്ടാണ്. പക്ഷേ ഇന്നത്തെ ഡേറ്റ് നിങ്ങൾക്കറിയാം, ജൂലൈ മാസം 12-ാം തീയതി. ജൂലൈ 11, ജൂലൈ 12, 2017 രാവിലെ പത്രമെടുത്ത് നോക്കുമ്പോൾ അതിൽ തിരശീലയിൽ തിളങ്ങി വിളങ്ങി നിന്നിരുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. അയാളുടെ അറസ്റ്റും അയാളെ മറ്റെല്ലാവരും എതിർത്ത് പറയുന്നതും. ഏതാനും ദിവസം മുമ്പ് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ നേതാവ് അദ്ദേഹത്തിൻ്റെ വായിൽ കേക്ക് കൊടുക്കുന്നത് കണ്ടു. ഇന്നലെ രാത്രി കുറേ വർക്ക് അർദ്ധരാത്രി മുതൽക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് ഒരു വരി പറയുന്നതും കേട്ടു. അദ്ദേഹം നെഹ്റു കോളേജിലെ ജിഷ്ണു എന്ന് പറയുന്ന ആളെ കണി കണ്ട് ഉണരുന്ന വ്യക്തിയാണ്. അപ്പോൾ ജിഷ്ണുവിന് എന്ത് സംഭവിച്ചു? മദനിയുടെ കൂട്ടത്തിലിരുന്നു, മദനിക്ക് എന്ത് സംഭവിച്ചു? ഇദ്ദേഹം ഖത്തറിലേക്ക് പോയി, ഖത്തറിന് എന്ത് സംഭവിച്ചു? ഇദ്ദേഹം കെജ്രിവാളിന് ഷെയ്ക്കാൻഡ് കൊടുത്തു, കെജ്രിവാളിൻ്റെ ഇലക്ഷൻ എന്ത് സംഭവിച്ചു? NDTVയിലെ പ്രണോയ് റോയുടെ കൂട്ടത്തിൽ നിന്നു, പ്രണോയ് റോയ്ക്ക് എന്ത് സംഭവിച്ചു? അതേപോലെ ആരുടെയൊക്കെ കൂട്ടത്തിൽ നിന്നോ അവർക്കെല്ലാം എന്ത് സംഭവിച്ചു? അക്കൂട്ടത്തിൽ ദിലീപിൻ്റെ കൂട്ടത്തിൽ നിന്ന് ദിലീപിൻ്റെ വായിൽ കേക്കോ എന്തോ കൊടുക്കുന്നൊരു ഫോട്ടോ ഉണ്ട്. അദ്ദേഹത്തിന്, ദിലീപിന് എന്ത് സംഭവിച്ചു? ഇങ്ങനെയുള്ളതെല്ലാം വിവരിക്കുന്ന ഒരു വരി ഫേസ്ബുക്കിൽ ഇന്നലെ കണ്ടു. പക്ഷെ അതെല്ലാം കാണുമ്പോൾ ഈ മലയാളത്തിലെ മന്ത്രമാണ്, സിനിമാ പാട്ടെന്ന മന്ത്രമാണ് എനിക്ക് ഓർമ്മ വന്നത്. അത് ഞാൻ ഇന്നലെ ജനം TV-യിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ പറയുകയും ചെയ്തിരുന്നു. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും,
കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. ഇതൊരു മന്ത്രമാണ്. ഇത് ശരിക്കും അർത്ഥം അറിഞ്ഞാൽ, നമ്മളുടെ നെഞ്ചിനകത്തേക്ക് ഇത് കയറിയാൽ, ജീവിതത്തിൽ നമ്മൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ശ്രദ്ധിക്കണം. ഇന്ന് നമ്മൾ കേൾക്കാറുള്ള ജ്ഞാനപാനയിലെ വരിയുണ്ട്, മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. ഇപ്പൊ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. ചിരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ ഉണ്ടാവും, ആരാധിക്കാനും ബഹുമാനിക്കാനും എല്ലാം. ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ പത്തനംതിട്ടക്കാരനാണ്, ഇപ്പൊ തിരുവനന്തപുരത്തുണ്ട്, സാറിനെ വന്നൊന്ന് കാണണം. ഞാൻ ചോദിച്ചു എന്തിനാണ്? ഇല്ല, ഒന്ന് വന്ന് കാണണം, ഗുരുദക്ഷിണ തരാനാണ്. ഞാൻ ചോദിച്ചു എന്തിനാ ഗുരുദക്ഷിണ തരുന്നത്? ഇല്ല, സാറ് ഞങ്ങളുടെ കുടുംബ ആചാര്യനാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഗുരുദക്ഷിണ സ്വീകരിക്കാറുമില്ല, ആചാര്യസ്ഥാനം സ്വീകരിക്കാറുമില്ല. നമ്മുടെ പൂർവികർ പറഞ്ഞത് നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുന്നു. ഞാനൊരു മൈക്ക് സെറ്റ് മാത്രം, ഒരു നാറാണത്ത് ഭ്രാന്തനെ പോലെ പോകുന്ന ഒരാളാണ്. അങ്ങനെ ഒരു സ്ഥാനം സ്വീകരിക്കുകയോ കൊടുക്കുകയോ അതിൽ ആനന്ദിക്കുകയോ ആഹ്ലാദിക്കുകയോ ഒന്നും ചെയ്യുന്ന ആളല്ല. ഞാൻ പറഞ്ഞു സാറിൻ്റെ വീടിൻ്റെ വളരെ അടുത്ത് ഞാനുണ്ട്, എനിക്ക് വന്ന് കണ്ടേ മതിയാവും. ഞാൻ ചോദിച്ചു എന്താണ് ഗുരുദക്ഷിണ തരാൻ പോണത്? അതവിടെ വന്നിട്ട് പറയാം. ഞാൻ പറഞ്ഞു പറ്റില്ല, നിങ്ങൾ അവിടെ നിന്ന് പറയണം, അതിന് ശേഷം വന്നാൽ മതി. സാധാരണഗതിയിൽ കാണാനായിട്ട് വരാമെന്ന് പറയുന്നവരുടെ അടുത്തെല്ലാം പറയാറുണ്ട്, എന്താണെന്ന് വെച്ചാൽ ഫോണിലൂടെ പറയാം, ഇവിടെ വന്ന് നിങ്ങളുടെ സമയവും എൻ്റെ സമയവും ചിലവാക്കണ്ട. 99% വ്യക്തി അധിഷ്ഠിത കാര്യങ്ങളിൽ ഞാൻ ഇടപെടാറില്ല. എന്നാൽ ജീവൻ മരണ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യത്തിലാണെങ്കിലും ഞാൻ ഇവിടേക്ക് വീട്ടിലേക്ക് വരാൻ പറയാറുണ്ട്. അദ്ദേഹം പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, സാറിൻ്റെ കാല് തൊട്ടൊന്ന് നമസ്കരിക്കാനാണ്. ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും വരാൻ സാധിക്കില്ല, എനിക്ക് സാറിനെ കണ്ടൊന്ന് തൊഴണം. അങ്ങനെ എന്നെ കാണുകയോ തൊഴുകയോ എന്നെ ഫോക്കസ് ചെയ്യുകയോ ചെയ്യുന്നത് കൊണ്ട് യാതൊരു ഉദ്ദേശ ലക്ഷ്യവും നടക്കില്ല. ഈ രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കുക. ഇങ്ങനെ കാല് തൊഴലും ബൊക്കെ കൊടുക്കലും മാലയിടലും ആചാര്യനാണെന്ന് പറയലും ഗുരുവാണെന്ന് പറയലും എല്ലാം ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരുന്നവരുടെ കൂട്ടത്തിലുള്ളവരാണ്. തൊഴാനും നമസ്കരിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നവര്. അതൊന്നും തെറ്റാണെന്നോ ശരിയാണെന്നോ ഞാൻ പറയണില്ല. അതിലൊന്നും വലിയ അർത്ഥമില്ല. അർത്ഥം കാണുന്നവരുടെ അടുത്ത് പോയിട്ട് അതെല്ലാം ചെയ്യാം. കാണാത്തവരുടെ അടുത്ത് ചെന്നിട്ട് കുറെ പുകഴ്ത്തുകയും അല്ലെങ്കിൽ വളരെ ഉജ്ജ്വലമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു വരി ഞാൻ ഈ മന്ത്രം ഓർമ്മിക്കാറുണ്ട്. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ നിങ്ങളടക്കം 1000 പേർ വരും. കരയുമ്പോൾ കൂടെ കരയാൻ ഏതെങ്കിലും ദിശയിൽ വിളക്കുണ്ടെങ്കിൽ നിഴലുണ്ടാവും, വിളക്കില്ലെങ്കിൽ നിഴലും ഉണ്ടാവില്ല. ഈ ഒരു മന്ത്രം ഇന്നലത്തെയും ഇന്നത്തെയും പത്രത്തിൽ വരുന്ന ഫോട്ടോയും വിവരണങ്ങളും കാണുമ്പോൾ ശരിക്കും അകത്ത് വിറങ്ങലിച്ചുകൊണ്ടാണ് ഞാനത് വായിച്ചത്. ഞാൻ ഒരു വ്യക്തിയുടെയും ആരാധകനല്ല, ഒരു വ്യക്തിയെയും ആരാധിക്കാറുമില്ല. പക്ഷെ ചങ്കൂറ്റത്തോടുകൂടി ചില വരികൾ ചിലർ പറയുമ്പോഴത്തേക്കും അതിലെ വലിയ സന്തോഷം തോന്നാറുണ്ട്, വളരെ വലിയ സന്തോഷം തോന്നാറുണ്ട്. ONV കുറുപ്പിനെ എനിക്ക് വലിയ ബഹുമാനമാണ്. ചില പ്രത്യേക സാഹചര്യത്തിൽ ചിലര് എന്തെങ്കിലും പറഞ്ഞത് ഒഴികെ MT വാസുദേവൻ നായർ സാറിനെ എനിക്ക് വലിയ ബഹുമാനമാണ്. എനിക്ക് അരുൺ ജെയ്റ്റ്ലി മിനിഞ്ഞാന്ന് പറയുകയുണ്ടായിരുന്നു 1962 ഇന്ത്യയല്ല ഇപ്പോഴത്തെ ഇന്ത്യ എന്ന്. ആ വരി ആധികാരികമായിട്ട് നന്മ നിറഞ്ഞതാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന് ആ വരി പറഞ്ഞതിൽ ഇഷ്ടമാണ്. അങ്ങനെ ചിലരെ നമ്മൾ ബഹുമാനിക്കുന്നു എന്നുള്ളതല്ലാതെ ആരുടെയും ആരാധകനാവാനായിട്ട് നിൽക്കില്ല. കാരണം എല്ലാ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. അവരവരൊക്കെ പോസിറ്റീവ്, നല്ല വെയിലുണ്ടെങ്കിൽ തണലന്വേഷിച്ച് പോകും. വെയിലത്ത് നിൽക്കുന്നവൻ്റെ കൂടെ ആരും നിൽക്കില്ല. ഞാൻ അങ്ങോട്ട് മാറി നിൽക്കട്ടെ എന്ന് പറയും. അപ്പോൾ ഈ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ഇവരെല്ലാവരും ഉണ്ടാവും. 6-ാം തമ്പുരാൻ എന്ന സിനിമയിലെ സീൻ അറിയാലോ. ദേവാസുരം എന്ന സിനിമയിലും ഞാൻ ഇൻസിഡൻ്റലി കണ്ടപ്പോഴത്തേക്കും മോഹൻലാൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ ഇങ്ങനെയൊക്കെ ആയി പോയതെന്ന്.
ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ഭാര്യയോട് പറഞ്ഞു, ഈ ചോദ്യമാണ് ഞാൻ എന്നെക്കുറിച്ചും ചോദിക്കുന്നത്. ഞാൻ എന്താ ഇങ്ങനെയായിപ്പോയത്? നമ്മളൊക്കെ ഇങ്ങനെയാ. ഇതിന് എന്താ കാരണം എന്ന് ചോദിച്ചാൽ കാരണമൊന്നുമില്ല. ഓരോരുത്തർക്ക് ജഗദീശ്വരനും ഭാരതമാതാവും ഓരോ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്യുക. ഹിഡൻ അജണ്ട ഇല്ലാതെ ചെയ്യുക. ഹിഡൻ അജണ്ട ഇല്ലാതെ ചെയ്യുക. ആരെയും നശിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക. എന്നാൽ പ്രതിഷേധിക്കേണ്ട സമയത്തും പ്രതികരിക്കേണ്ട സമയത്തും പ്രതികരിക്കുക. ധീരനെ പോലെ പ്രതികരിക്കുക. പ്രതികരിച്ചു കഴിഞ്ഞാൽ ആ വിഷയം കഴിഞ്ഞു. പിന്നെ അതിൽ കയറി പിടിച്ച് ജീവിതം മുഴുവനും കേൾക്കുന്നവന്റെയും പറയുന്നവന്റെയും ജീവിതം മുഴുവനും നശിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് ഈ മന്ത്രത്തിന്റെ പ്രസക്തി വരിക. അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് ഈ മന്ത്രത്തിന്റെ ശരിക്കുള്ള എഫക്റ്റ് അറിയുക. മറ്റുള്ളവനെ നശിപ്പിക്കാനും ഇല്ലാതെയാക്കാനും പ്രതികാരം തീർക്കാനും അത് വ്യക്തിയധിഷ്ഠിത സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വിഘാതമായിട്ട് നിൽക്കുന്നവരെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് എത്ര വലിയവനാണെങ്കിലും വില്ലാളി വീരനാണെങ്കിലും ശരി ഓർമ്മിക്കുക, ചിരിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആയിരക്കണക്കിന് സുഹൃത്തുക്കളും ബന്ധുക്കളും മിത്രങ്ങളും എല്ലാം വരും. നമ്മുടെ ഉപ്പ് വാങ്ങിക്കാൻ ആൾക്കാർ വരും, കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ആൾക്കാർ വരും. ഫോണിൽ വിളിച്ചൊരു വാക്ക് കേൾക്കണം, വെറുതെ സാറിനെ ഒന്ന് കേൾക്കാനാണ്, ഒന്ന് സംസാരിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരുന്നത് ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരുന്നവരുടെ ലിസ്റ്റിലുള്ളവരാ. പക്ഷെ കരയുമ്പോൾ കൂടെ കരയാൻ ഇവരാരും ഉണ്ടാവില്ല. ഉണ്ടാവണമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് ഈ മന്ത്രം, മലയാളത്തിലെ മന്ത്രം, രാത്രി കിടക്കുമ്പോഴും പകൽ ഉണരുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും, കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഈ വരി നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. മന്ത്രതുല്യമായിട്ടുള്ള വരി. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. പ്രണാമം, നമസ്കാരം.